അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇന്ന് നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത് ഏതൊരാളും ദാമ്പത്യ ജീവിതത്തിലേക്ക്, ഭാര്യാഭർത്തൃ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അവരുടെ കുടുംബ ജീവിതത്തിൽ, അവരുടെ ജീവിതത്തിൽ തന്നെ നല്ല ഒരു മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പരസ്പരമുള്ള കെയറിങ്ങിൽ, പരസ്പരമുള്ള ബന്ധത്തിൽ, പരസ്പരമുള്ള ആ ഒരു ഐക്യത്തിൽ അവർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ ചില പക്വത കുറവുകൾ കൊണ്ടാകാം, അല്ലെങ്കിൽ അവർക്ക് അങ്ങനെയാണ് പ്രതികരിക്കാൻ കഴിയുക. ചില ആളുകൾക്ക് അവർക്ക് അതിൻ്റെതായിട്ടുള്ള രീതിയിലൊക്കെ അവർ പ്രതികരിക്കും. അപ്പോൾ അങ്ങനെയൊന്നുമല്ല, നിങ്ങൾ പരസ്പരം ഭാര്യാഭർത്തൃ ജീവിതത്തിൽ പരസ്പരം മനസ്സിലാക്കിക്കൊണ്ട് പരസ്പരം ആവശ്യമില്ലാതെ രണ്ടുപേരെയും വിഷമിപ്പിക്കാതെ നല്ല രീതിയിലുള്ള ജീവിതം മുന്നോട്ട് നയിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് ആദ്യം തന്നെ ഉണർത്തുകയാണ്. നമ്മുടെ ഇന്നത്തെ വിഷയം ഭർത്താവിനോട് ചോദിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ചാണ്. അതുപോലെ തന്നെ ഭർത്താവ് ഭാര്യയോടും ചോദിക്കാൻ പറ്റാത്ത വിഷയങ്ങളുണ്ട്. ഇങ്ങനെ ഒരു വിഷയം പറയുമ്പോൾ ചില സ്ത്രീകളൊക്കെ ചിന്തിക്കുന്നുണ്ടാകും, എന്താണ് ഭർത്താവിന് എന്നോട് ചോദിക്കാൻ പറ്റാത്ത കാര്യങ്ങളും ഉണ്ടാകില്ലേ? എന്നോട് ചോദിക്കാൻ പറ്റാതെ ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ഭാര്യയെ വിഷമിപ്പിക്കുന്ന രീതിയിലുള്ള സംസാരങ്ങൾ ഒരിക്കലും ഭർത്താക്കന്മാർ ഭാര്യയോട് ചോദിക്കാൻ പാടില്ല. ആവശ്യമില്ലാതെ ഭാര്യയെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. ഇങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് വരുന്ന ഏതെങ്കിലും ഒരു ദിവസങ്ങളിൽ അതിനെക്കുറിച്ച് വിശദമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഭർത്താവിനോട് ചോദിക്കാൻ പാടില്ലാത്ത, ഭാര്യ ഒരിക്കലും ഭർത്താവിനോട് ചോദിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചാണ്. അതിന് ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു ഭാര്യയും ഒരു സ്ത്രീയും ഒരിക്കലും അവളുടെ ഭർത്താവിനോട് നിങ്ങൾ ശരിക്കും എന്നെ സ്നേഹിക്കുന്നുണ്ടോ, എന്നെ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ എന്ന കാര്യം ഒരിക്കലും തമാശയിൽ പോലും ചോദിക്കാൻ പാടില്ല. ചില ആളുകൾ തമാശയിൽ, ദേഷ്യം വരുമ്പോൾ തമാശയിൽ, അല്ലെങ്കിൽ തമാശ സംസാരത്തിലൂടെയൊക്കെ ഒരു തമാശ രൂപത്തിലെങ്കിലും അങ്ങനെ ചോദിക്കാൻ പാടില്ല, ഒരിക്കലും ചോദിക്കാൻ പാടില്ല. തമാശയായാലും കാര്യത്തിലായാലും ഒരിക്കലും അങ്ങനെ ചോദിക്കാൻ പാടില്ല. ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അത് ഭർത്താവിന് വലിയ വിഷമമുണ്ടാക്കുമെന്ന് മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളിലേക്ക് ഇത് നയിക്കാൻ കാരണമാകും. അതുകൊണ്ട് ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരിക്കലും ഭാര്യ കാര്യത്തിലായാലും ഇനി തമാശയിൽ ഭർത്താവിനോട് പറയുകയാണെങ്കിൽ പോലും നിങ്ങൾ ശരിക്കും എന്നെ സ്നേഹിക്കുന്നുണ്ടോ, എന്നെ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ, ഇങ്ങനെയുള്ള സംസാരം ഒരിക്കലും ഭർത്താവിനോട് ചോദിക്കരുത്. അതുപോലെ നിങ്ങൾ എനിക്ക് വേണ്ടി ഇതുവരെ എത്ര രൂപ ചെലവഴിച്ചു, നിങ്ങൾ എനിക്ക് വേണ്ടി എന്താണ് ചെയ്യുന്നത് എന്ന് ഒരിക്കലും ഭർത്താവിനോട് ചോദിക്കരുത്. ഭർത്താവിനോട് ഒരിക്കലും അങ്ങനെ ചോദിക്കരുത്. ഭർത്താവിനെ അങ്ങനെ ചോദിച്ച് വിഷമമുണ്ടാക്കിക്കരുത്. ചില കാര്യങ്ങൾക്ക് ചിലപ്പോൾ ഭർത്താവ് എന്തെങ്കിലും ഒരു കാര്യത്തിന് എതിരെ നിന്നേക്കാം, എന്തെങ്കിലും ഒരു കാര്യത്തിന് എതിര് പറയാണ്. പക്ഷേ ഭാര്യ അപ്പോൾ എന്ത് ചെയ്യും? ആ ഒരു ദേഷ്യത്തിൽ അപ്പോൾ എന്താണ് പറയേണ്ടതെന്ന് അറിയാതെ പെട്ടെന്ന് എടുത്തു പറയും, നിങ്ങൾ എനിക്ക് വേണ്ടി എന്താണ് ചെയ്യല്, നിങ്ങൾ എനിക്ക് വേണ്ടി എന്താണ് തരല്, ഇങ്ങനെ ഭാര്യ എടുത്തു ചാടി അങ്ങോട്ട് ചോദിക്കും. ഇങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി അവസാനമായിട്ട് പറയുന്നത്, ഇതുവരെ നിങ്ങൾ എനിക്ക് എന്ത് ചെയ്തു തന്നു, ഇതുവരെ നിങ്ങൾ എനിക്ക് എന്ത് ചെയ്തു തന്നു എന്ന ഒരു ചോദ്യം. അതെ, പല സ്ത്രീകളും ദേഷ്യം വരുമ്പോൾ ഒക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഭർത്താക്കന്മാർ എന്തെങ്കിലും ഒരു കാര്യത്തിന് സമ്മതിച്ചില്ല എന്ന് കരുതാം, അല്ലെങ്കിൽ ഭർത്താവ് നിങ്ങളുടെ എന്തെങ്കിലും ഒരു താല്പര്യത്തിന് എതിര് നിന്ന് എന്ന് കരുതാം. അപ്പോൾ നിങ്ങൾ ഭർത്താവിനോട് ദേഷ്യപ്പെട്ട് ചോദിക്കുകയാണ്, ഭാര്യ ചോദിക്കുകയാണ്, ഇതുവരെ നിങ്ങൾ എനിക്ക് എന്താണ് ചെയ്തു തന്നത്, നിങ്ങൾ എനിക്ക് എന്തെങ്കിലും ചെയ്തു തരാറുണ്ടോ, ഇങ്ങനെയൊക്കെ ചോദിക്കുകയാണ്. ഒരിക്കലും ഭർത്താവിനോട് അങ്ങനെ ചോദിക്കരുത്, ഒരിക്കലും ചോദിക്കാൻ പാടില്ല. എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു ചെറിയ കാര്യത്തിന് പോലും നിങ്ങൾ തമാശ രൂപത്തിലാണെങ്കിൽ പോലും ഭർത്താവിനോട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചോദിക്കരുത് എന്നാണ് ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്. നമുക്കെല്ലാവർക്കും നല്ല രീതിയിലുള്ള കുടുംബജീവിതം, നല്ല സന്തോഷത്തോടു കൂടി, നല്ല ഐക്യത്തോടു കൂടി, നല്ല ബലത്തോടെ, നല്ല സന്തോഷമുള്ള, നല്ല ഐക്യമുള്ള, നല്ല ഉറപ്പുള്ള, നല്ല രീതിയിലുള്ള, നല്ല റാഹത്തായിട്ടുള്ള ബർക്കത്തുള്ള കുടുംബജീവിതം നമുക്കെല്ലാവർക്കും നയിക്കാൻ പടച്ചറബ് നമുക്കെല്ലാവർക്കും അതിനുള്ള ഭാഗ്യം നൽകട്ടെ. നമ്മുടെ കുടുംബജീവിതത്തിൽ നല്ല ഹൈറും ബർക്കത്തും സന്തോഷവും പ്രദാനം ചെയ്യട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.